വർഷങ്ങൾക്ക് ശേഷം പേര് പോലെ തന്നെ മലയാളത്തിലേക്ക് മറ്റൊരു മൾട്ടി സ്റ്റാർ സിനിമ വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. അപ്പം പ്രധാനമായിട്ട് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ യുവതാരങ്ങളെല്ലാം തന്നെയാണ്. പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പ്രണവ് മോഹൻലാൽ, അതേപോലെ തന്നെ നിവിൻ പോളി, അജു വർഗീസ്, ബേസിൽ ജോസഫ്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങളെല്ലാം അണിനിരക്കുന്ന ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രത്യേകത കൂടുതലാണ്. അപ്പോൾ പ്രതീക്ഷയും ഒരുപാടായിരുന്നു എന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ പ്രതീക്ഷ വെച്ച് തന്നെയാണ് പ്രേക്ഷകർ ഈ പടം കാണാൻ തിയേറ്ററിലേക്ക് പോയതും അല്ലെങ്കിൽ ഇപ്പോഴും പോകുന്നതും. അപ്പോൾ ഇതിനെപ്പറ്റി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ വൺ മാൻ ഷോ, നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം, നിവിനെ നമുക്ക് എങ്ങനെയാണോ കാണാൻ ആഗ്രഹം അതേ ലുക്കിൽ അല്ലെങ്കിൽ അതേ പെർഫോമൻസിൽ, അതേ മാനറിസത്തിൽ, അതേ പ്ലസൻ്റ് ആയിട്ടുള്ള ആ ഒരു വൈബ്, കോമഡി, എനർജി കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് നിവിനെ കാണാൻ പറ്റുന്ന മറ്റൊരു സിനിമയാണ് ഈ ഒരു സിനിമ. അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിവിനെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടി. നിവിനെ അഴിച്ചു വിട്ടിരിക്കുന്നവരാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിവിൻ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു. പുള്ളിക്കാരൻ പറയുന്ന പല ഡയലോഗ്സും റിയൽ ലൈഫുമായിട്ടും ബന്ധമുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എനിവേ, പല താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെ വെച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് സിനിമയിലൂടെ. നിവിൻ എന്താണ്, അല്ലെങ്കിൽ പ്രണവ് എന്താണ്, വിനീത് എന്താണ്, അങ്ങനെ പല പല ആക്ടേഴ്സ് അല്ലെങ്കിൽ നടന്മാരെ അവരുടെ കറൻ്റ്ലി ഉള്ള സൊസൈറ്റിയിലുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ട്രോളുകളും മറ്റും അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കോമഡി രൂപേണ അവരെ വെച്ച് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. സർക്കാസ്റ്റിക് ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ ട്രോളാൻ നമുക്ക് ആരുടെയും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കോർ എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ പിടിച്ചു നിർത്തുന്ന വൺ ആൻഡ് ഓൺലി കീ ഫീച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിവിൻ പോളിയാണ്. മനസ്സിലായോ? അതിനപ്പുറം ഒന്നുമില്ല. നിവിൻ പോളിയുടെ ചില ഡയലോഗ്സ് ഉണ്ട്. ഒറ്റയ്ക്ക് വന്നവരുടെ ആ പട്ടികളെ ഒന്നും പറയാനില്ല. അങ്ങനെ കുറച്ച് ഡയലോഗ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ ഡയലോഗാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒറ്റയ്ക്ക് വന്നവരുടെ ആ പട്ടികളെ ചുമ്മാ തീസാനാണ് പുള്ളി. ആ ഒരു കുറച്ച് നേരം കൊണ്ട് ചുമ്മാ തിയേറ്റർ ഇളക്കി മറിച്ചു. ആ കുറച്ച് നേരം കൊണ്ട് പുള്ളി വരുന്ന ആ ഒരു 10-15 മിനിറ്റ് സിനിമ ചുമ്മാ ഫയറാണ്. പുള്ളി എവിടെയുണ്ടോ തീ തീ തീ. നല്ല കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര നൈസായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പീരിയോഡിക് കോമഡി മൂവിയാണ്. ഓക്കെ, ഒരു പീരിയോഡിക് കോമഡി വിഭാഗത്തിൽ വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇതിനെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഈ പീരിയോഡിക് അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും വരാറുണ്ട്. അത് ഇല്ലാത്ത സിനിമകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ ചെറുപ്പകാലം കാണിക്കുമ്പോൾ നല്ല സിനിമകളിൽ, നല്ല സിനിമ എന്നല്ല പൊതുവെ മിക്ക സിനിമകളിലും ഈ പറയുന്ന ആക്ടേഴ്സ് തന്നെയായിരിക്കും ഇവരുടെ ചെറുപ്പം ചെയ്യുന്നതും ഇവരുടെ എന്താ പറയുക ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു പ്രായം ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു കാലഘട്ടങ്ങൾ ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയായിരിക്കും. ഈ സെയിം ആക്ടർ തന്നെയായിരിക്കും ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിൽ ഇവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു റോൾ ഇവർ തന്നെയായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ചെറുപ്പം കാണിക്കുമ്പോൾ കുറച്ച് ക്ലീൻ ഷേവ് ചെയ്ത് വരുന്നു, അഭിനയിക്കുന്നു. ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് പ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താടിയും കാര്യങ്ങളായിട്ട് വരുന്നു. അതിന് ഓൾഡ് ഏജ് കാണിക്കാൻ ചുമ്മാ കുറച്ച് നനയും തേച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമായിരിക്കണം എന്നില്ല. ചില ആക്ടേഴ്സ് നല്ല രീതിയിൽ ചെയ്യും, എന്നാൽ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ടും അത് പറ്റണം എന്നില്ല. ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ആ ഒരു സംഭവമാണ്. കാരണം ഇവരുടെ ആ ഒരു ഏജ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രണവിനെ അറിയാം, അല്ലെങ്കിൽ വിനീതിനെ അറിയാം, ധ്യാൻ ശ്രീനിവാസനെ അറിയാം. ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇന്റർവ്യൂവിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇവരെ അറിയാം. ഇവരുടെ ഏകദേശം ഏജും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഇവർ ഇങ്ങനെ റോള് ചെയ്യുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളവരെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ട്രോളായിട്ട് കോമഡി രൂപേണ കണ്ടതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കാമെങ്കിലും അതല്ല അതിനൊരു കാരണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 55-60 വയസ്സിനുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു 60ഓളം പ്രായം വരുന്ന രീതിയിലുള്ള ലുക്കിൽ പ്രണവിനെ കാണിക്കുന്നുണ്ട്. അതേപോലെ ധ്യാൻ ശ്രീനിവാസനെയും കാണിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന് കുറച്ച് സൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു പുള്ളിയുടെ ഒരു അപ്പിയറൻസ് കുറച്ചുകൂടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്, ധ്യാന് പറ്റുന്നുണ്ട്. എന്നാൽ പ്രണവിൻ്റെ കേസിൽ അങ്ങനെയല്ല. പ്രണവിന് കുറച്ച് മുടിയുടെ ലെങ്ത് കൂട്ടിയിട്ട് ഫുൾ മുടിയെ കുറച്ച് പൗഡറും വാരിയിട്ട് താടിയിലും കുറച്ച് നരപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര ചുള്ളനായിട്ടുള്ള ഒരു ചെക്കനെ 60 വയസ്സുകാരനായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ട് എന്താണെങ്കിലും പേഴ്സണലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ഏജ് ഡിഫറൻസ്, ഈ കാലഘട്ടങ്ങളുടെ ഡിഫറൻസ് സെയിം ആക്ടേഴ്സ് തന്നെ ചെയ്തപ്പോൾ അത് വളരെ ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, വളരെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. അവർ എന്താ പറയുക, അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സംഭവം വന്നിട്ടില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ത്രൂ ഔട്ട് ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല എലമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ ഒരുപാട് ക്ലീശ ക്രിഞ്ച് ഷോക്ക് ഐറ്റംസ് ഉണ്ട്. ഓക്കെ,
പലയിടത്തും നല്ല കോമഡികളുണ്ട്. ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ 2 എലമെന്റ്സ് ആണ്. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് പാസം, കുറച്ച് ഇമോഷണൽ സീൻസ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇവിടെ എല്ലാം വരുന്ന കോമഡികൾ. അതായത് പടം A to Z സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് പോയിന്റ് വരെ ഫുൾ ഓൺ കോമഡി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബോറിങ്ങും അല്ല, അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് എല്ലാ ആക്ടേഴ്സിൻ്റെയും വക ഓരോരോ കോമഡി എലമെന്റ്സ് ഉണ്ട്. പിന്നെയും വലിയ കാര്യമായ റോളില്ലാതായി പോയത് ആസിഫ് അലിക്ക് മാത്രമാണെന്ന് പറയാതെ പറ്റില്ല. ബാക്കി എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഒരു റോൾ ഉണ്ടായിരുന്നു. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുമാതിരി നമ്മുടെ വെള്ളിമൂങ്ങയ്ക്കകത്ത് ഗസ്റ്റ് റോളിൽ വരുന്ന ആ ഒരു സംഭവമില്ലേ, അത്രയ്ക്ക് പോലും അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ ചെയ്യാനില്ല. അദ്ദേഹം വരുന്നു, 1-2 ഫ്രെയിമിൽ നിൽക്കുന്നു, പോകുന്നു എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആസിഫ് അലിക്ക് കാര്യമായ റോളില്ല. ബേസിലിന് പിന്നെ അത്യാവശ്യം നല്ല റോള് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ സിനിമ പോകുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെയും പ്രണവ് മോഹൻലാലിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. അപ്പം അവരുടെ ചെറുപ്പകാലവും അവരുടെ ഒരു മിഡിൽ ഏജ് കാലവും അവരുടെ വാർദ്ധക്യ കാലവുമാണ് ഈ സിനിമയിലൂടെ വരുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ, 2 പേർക്കും നല്ല കഴിവുകളുണ്ട്, 2 പേരും സിനിമാമോഹികളാകുന്നു, 2 പേരും ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ മദ്രാസിലേക്ക് വണ്ടി കയറുന്നു, സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മേഖലകളിൽ കഴിവ് തെളിയിച്ച് പ്രശസ്തരാകാൻ, അച്ചീവ്മെന്റ്സ് നേടാൻ വേണ്ടി ഒരു മദ്രാസിലേക്ക് പോകുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഉയർച്ച താഴ്ചകളും അതിനിടയിൽ ഇവരുടെ സുഹൃത്ത് ബന്ധത്തിൽ ഏൽക്കുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. അതിന് അവസാനം നിങ്ങൾ കണ്ടു നോക്കുക. ക്ലൈമാക്സ് പറഞ്ഞാൽ പോയില്ലേ. എനിവേ, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, എന്താണ് സിനിമയുടെ സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ കോമഡി എലമെന്റ്സ് അവിടെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാം. അവസാനം വരെ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാം. എന്നാൽ നിവിൻ വരുന്ന പോയിന്റ് വരെയാണ് ഓക്കെ എന്നുള്ളൊരു സംഭവം. നിവിൻ വരുന്ന മൊമെന്റ് തൊട്ട് അല്ലെങ്കിൽ നിവിൻ എൻ്റർ ആവുന്ന ആ ഒരു എക്സാക്ട് പോയിന്റ് തൊട്ട് നിവിൻ്റെ എവിടെയൊക്കെ നിവിൻ വരുന്നുണ്ടോ, എവിടെയൊക്കെ നിവിൻ്റെ ഷോട്ട് ഉണ്ടോ, എൻ്റെ ഒരു 10 to 15 minutes ചുമ്മാ പൂരപ്പറമ്പായിരുന്നു. ഇട്ടിവിട്ട് സാധനം ചിരിച്ച് നമ്മളുണ്ടല്ലോ. നെപ്പോട്ടിസം ഒന്നും പറയാനില്ല. ഒറ്റയ്ക്ക് വന്നാണ് ആ പട്ടികളെ അവിടെ തുടങ്ങുവാണ് നിവിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ ടെറിട്ടറിയാണ്. പിന്നെ പുള്ളി തകർക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, അത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്, പറയാതിരിക്കാൻ ഭയങ്കര. നിവിനൊരു ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ കൂടെ ഇരിക്കുന്ന മച്ചാൻ കൈക്കൊട്ടൊരു അടി കൊടുക്കും. നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ കുറച്ച് നല്ല ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഇതിലുണ്ട്. നല്ല കുറച്ച് സീൻസ് ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏജ് ഡിഫറൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിലും മുകളിലുള്ളൊരു പോരായ്മയുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാട്ടുകളാണ്. ഈ സിനിമയിൽ പ്രണവിൻ്റെ റോള് ഒരു മ്യൂസീഷ്യൻ്റെ റോളാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറുടെ റോളാണ് പ്രണവ് ചെയ്യുന്നത്. അപ്പോൾ പ്രണവ് നല്ല ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യനാണ്. അദ്ദേഹം ചെയ്ത ഒരു സോങ്ങിന് പത്മശ്രീയൊക്കെ വരെ കിട്ടുന്ന ലെവലിലേക്കൊക്കെ തള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അൾട്രാ പ്രോ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ് പ്രണവ് ഇതിൽ. അപ്പം അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതായി കാണിക്കുന്ന പല സോങ്ങുകൾ ഇതിലുണ്ട്. കുറേ സോങ്സ് ഇതിലുണ്ട്. ഈ സോങ്ങുകളെല്ലാം തന്നെ സിനിമയിൽ പറയുന്നത് മാസ്മരികം. അത് കേട്ട് കഴിഞ്ഞാൽ മെയിറ്റ് ആയിപ്പോൾ നമ്മളതിൽ അലിഞ്ഞ് ചേരും. ഭയങ്കര സംഭവമാണ് ഈ പാട്ടുകൾ. റഹ്മാനും മറ്റേ ഇളയരാജയൊന്നും ഒന്നും അല്ല, അതിൻ്റെ അപ്പുറത്തെ ഐറ്റംസ് ആണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ പാട്ടുകൾ സിനിമയിൽ കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനപ്പുറം ഒരു പാട്ടില്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റായി പോകും, ഇപ്പോൾ കൊണ്ട് തരും ഓസ്കാർ എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ അവർ ശ്രമിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കാനാണ്, നമ്മളങ്ങനെ എന്താ പറയുക, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പാട്ടുകളെല്ലാം ഭയങ്കര ശോകമാണ്. നല്ല പാട്ടാണെന്ന് വെച്ചാൽ ഓക്കെ കേട്ടിരിക്കാന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ ഓക്കെ സോങ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലെ പാട്ടുകളൊക്കെ ഉണ്ട്. ഹൃദയത്തിലെ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതുപോലുള്ള പാട്ടുകളൊന്നും ഇതിലില്ല. പലരും പലതാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്, ഈ പാട്ടുകൾ അതുപോലെ സംഭവമാണ്, ആ ക്യാരക്ടർ മ്യൂസിക് കമ്പോസറാണ്, ഇദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ അത്രയും സംഭവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാകാം ഒരുപക്ഷെ ആവറേജ് ആയ ഒരു സോങ് ബിലോ ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പാട്ടുകൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് തോന്നിയേനെ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം ഇത്രയും അടിപൊളിയാണെന്ന് പറയുന്ന സോങ് എന്താ ഇത്ര ശോകമായി പോയെന്ന് സ്വാഭാവികമായിട്ട് തിയേറ്ററിലിരുന്ന് ഞാൻ ചിന്തിച്ചു. മറ്റെത്ര പേർ അങ്ങനെ ആലോചിച്ചെന്ന് എനിക്കറിയില്ല. എനിവേ ഇതിലെ പാട്ടുകൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ നല്ല രീതിയിലുള്ള ലാഗും കാര്യങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ക്രിഞ്ചുണ്ട്, നല്ല രീതിയിലുള്ള വലിപ്പിക്കൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീൻസിൽ വരുന്നുണ്ട്. നമ്മുടെ എൻ്റയർലി പടം ലാഗാണെന്നല്ല പറയുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് ക്ലീശായ കോമഡികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബോറിംഗ് അല്ല, കണ്ടിരിക്കാൻ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, ചിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ട്. അപ്പം ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഐറ്റമാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോളം അത്യാവശ്യം കുറച്ച് കണ്ടിരിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സ് ഏരിയയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നിവിൻ അങ്ങോട്ട് എൻ്റർ ചെയ്യും.
15 മിനിറ്റ് പൊട്ടി പൂരം, തിയേറ്റർ പൂരപ്പറമ്പ്. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇങ്ങനെയുള്ള പടങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് OTT ഇരുന്ന് കണ്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ഒന്നും കണ്ട് വെറുതെ മൂഡ് കളയാതിരിക്കുക. ഈ സിനിമകളൊക്കെ ഇറങ്ങുന്നത് തിയേറ്ററിൽ കാണാനാണ്. തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ, ആ ഒരു മൂഡ് കിട്ടുള്ളൂ. ഇത് കണക്റ്റ് ആവേണ്ട രീതിയിൽ കണക്റ്റ് ആവുള്ളൂ. അതിനൊക്കെ ഈ ഒരു വിഷ്വലും അതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ വലിയൊരു എലമെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ സിനിമ കാണാം. ബാക്കിയുള്ള ആരും നിങ്ങൾ നോക്കണം. ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ് എന്നേ ഞാൻ പറയൂ. പക്ഷെ നിവിൻ ഓക്കെ അല്ല. നിവിനാണ്. നിവിൻ എക്സ്ട്രാ ഓർഡിനറി സംഭവമാണ് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് വന്നവരുടെ പട്ടികളെ. അപ്പം എല്ലാവരും പോയി കണ്ടു നോക്കുക. ആവേശം കൂടെ അതർ സൈഡിലുണ്ടെങ്കിലും നിവിനും പിള്ളേരും ചുമ്മാ നിവിൻ്റെ ഒറ്റയ്ക്ക് വന്നവരുടെ പട്ടികളെ നെപ്പോട്സും കൊണ്ട് തൂക്കി അടിച്ചിരിക്കുകയാണ്. എല്ലാവരും പോയി കാണുക. സൈനിങ് ഓഫ്, ബൈ.